ഹായ്, നമുക്ക് ഒത്തിരി കുട്ടികളോട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെയ് ഇൻടേക്ക് ഉണ്ടോ, ജൂൺ ഇൻടേക്ക് ഉണ്ടോ, ജൂലൈ ഇൻടേക്ക് ഉണ്ടോ, ഹോസ്പിറ്റലിങ്ങനെ ജർമ്മനിയിൽ നിന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് പലരും അവരോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജർമ്മനിയിൽ പോയി സെറ്റിൽ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ഒരു ലൈഫാണ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒരു ഡിസിഷൻ എടുക്കണം. അവിടുത്തെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ, അതിപ്പോൾ ലേക്ക് ഷോർ അല്ലെന്നുണ്ടെങ്കിൽ SUT പോലത്തെ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, ആസ്റ്റർ മെഡ് സിറ്റി, ഇതുപോലത്തെ ഒരു ഹോസ്പിറ്റൽസ് വേണോ, അതോ നിങ്ങൾ ചെറിയ ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിനിക്കുകളിലേക്ക് പോകണോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ എത്തിപ്പറ്റിയാൽ മതി, അതിനായിട്ട് ഒരു ചെറിയ ക്ലിനിക്ക് മതി എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാം. അതല്ല, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിൽ പോകണം, ഏറ്റവും ബെസ്റ്റ് കരിയർ ബിൽഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അങ്ങനെ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിനകത്ത് ഈ ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആൾക്കാർ ഒരു പക്ഷേ വർഷത്തിൽ 2 ഇൻടേക്കേ അവർക്കുള്ളൂ. അത് അവർ ചിലപ്പോൾ ഒരു 2-3 സ്റ്റെപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അടുത്ത സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഞങ്ങൾക്ക് ഏപ്രിൽ 30-നുള്ളിൽ അവർക്ക് 4 മൊഡ്യൂൾ മാൻഡേറ്ററി ആണ്. 2 മൊഡ്യൂളോ 3 മൊഡ്യൂളോ വെച്ച് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അവർക്ക് 4 മൊഡ്യൂൾ മാൻഡേറ്ററി ആണ്. അവർ ഈ ഏപ്രിൽ 30 ഞങ്ങൾക്ക് ഫയൽ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മെയ്യിൽ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തും. അതിനുശേഷം ഏകദേശം ജൂൺ ആകുമ്പോഴത്തേക്കും ആ മേജർ ഹോസ്പിറ്റൽസിന്റെ എല്ലാവരുടെയും എംപ്ലോയർ ഇന്റർവ്യൂ കഴിയും. ഒരു പക്ഷേ വളരെ അപൂർവം കേസസിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഷൂള ഇന്റർവ്യൂ കൂടെ ഉണ്ടാവാം. അതും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ വിസ പ്രോസസ്സിംഗിലേക്ക് പോകുന്നത്. അതേസമയത്ത് ഒരു ചെറിയ ക്ലിനിക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലിനിക്കിന്റെ ഓണറാണോ അവരുടെ ഇഷ്ടമാണ് എപ്പോൾ കുട്ടികളെ കൊണ്ടുപോകണം എന്നുള്ളത്. അവർക്ക് ആകെ ഒരു ബാധ്യത എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജുമായിട്ട് ഈ കുട്ടികളെ ഇത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഇതിനകത്ത് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് നിങ്ങൾ പോകരുത് എന്ന് തന്നെ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയും. ഡ്രീമണ്ടിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽസിലേക്ക് നിങ്ങൾ അപ്രൂവൽ ആവാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഞങ്ങൾ തരാൻ റെഡിയാണ്. ഞങ്ങൾ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ആയിരിക്കും നമ്മൾ തരുന്നത്. അതിനെ എക്സ്പ്ലോർ ചെയ്യേണ്ടത് നിങ്ങളാണ്. കാരണം വെച്ചാൽ ഭാഷ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇങ്ങനത്തെ നല്ല ഹോസ്പിറ്റൽസിൽ അപ്രൂവ് ആവുള്ളൂ. അങ്ങനത്തെ നല്ല ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ടിക്കറ്റ് ഉൾപ്പെടെ ആയിരിക്കും നിങ്ങളുടെ കോൺട്രാക്ട്സ് വരുന്നത്. ആ നല്ല ഹോസ്പിറ്റൽസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ലൈഫ് ഏത് ലെവലിലേക്ക് പോകുന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ആൻഡ് ജർമ്മനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഫ്ലുവൻസി ഇൻ ലാംഗ്വേജ്. ആ ഫ്ലുവൻസിക്ക് ട്രെയിനിങ് ഞങ്ങൾ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തരാം. അത് തന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂവിനും പ്രിപ്പറേഷൻസ്, അതായത് ഔട്ട് ഓഫ് ദ ബുക്ക് പ്രിപ്പറേഷൻസ് ഈ ഹോസ്പിറ്റൽസിന് മാൻഡേറ്ററി ആണ്. ഒരു പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ കൗൺസിലിംഗ് വരുന്ന കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ കൗൺസിലിംഗിന് വരുന്ന കുട്ടികളോട് ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുണ്ട്. ഒരു പക്ഷേ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികളോടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആൻഡ് സെറ്റിൽ ആണ് ആക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ടൈം ബുക്ക് ചെയ്ത് നമ്മുടെ ഓഫീസിൽ വരൂ. നിങ്ങളെ ഏറ്റവും സേഫായിട്ട് ഞങ്ങൾ അവിടെ എത്തിക്കാം. അതിനകത്ത് ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ് ആഗ്രഹം വേണ്ടത് ജർമ്മനിയിൽ പോയി സെറ്റിൽ ആവാൻ എന്നുള്ളത്. ആ ആഗ്രഹം തീവ്രമായിട്ടുള്ള കുട്ടികളെയാണ് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുക. ആ ആഗ്രഹത്തിന് തീവ്രത കുറഞ്ഞ കുട്ടികളെ ഞങ്ങൾ എത്ര ഇത് ചെയ്ത് കഴിഞ്ഞാലും, എന്താ പറയുക, ശ്രമിച്ചു കഴിഞ്ഞാലും അവർ ആ ലെവലിലേക്ക് ഉയർന്നു വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തീവ്രതയുണ്ടോ ആ ജർമ്മനിയിൽ എത്തണമെന്ന്, അവിടെ സെറ്റിൽ ആവണമെന്ന്, ബെസ്റ്റ് ലൈഫ് എടുക്കണം എന്നുള്ളത്, നിങ്ങൾ ഡ്രീമിൻ്റെ വന്നു, ഞങ്ങൾ നിങ്ങളെ സേഫ് ആക്കി തരാം. ഓക്കെ.